ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ GP രജിസ്ട്രേഷനെ പറ്റിയാണ് പറയുന്നത്. അതായത് നമ്മൾ UK വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അടുത്തുള്ള ഒരു ഡോക്ടറുമായിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പം നമുക്ക് എന്തെങ്കിലും ആദ്യത്തെ, അതായത് പനിയോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള ജനറൽ പ്രാക്ടീഷണറെ ആയിരിക്കണം കാണിക്കേണ്ടത്. എന്നിട്ട് അവരായിരിക്കും NHSലോട്ട് ഫോർവേഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ രജിസ്റ്റർ എ GP എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പം ഫസ്റ്റ് ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം എന്നിട്ട് നമുക്ക് ഇവിടെ പോസ്റ്റ് കോഡ് വെച്ചിട്ട് നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് GPയിൽ വേണം രജിസ്റ്റർ ചെയ്യാൻ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അവിടെ ആകെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അക്സെപ്റ്റിംഗ് ന്യൂ പേഷ്യൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോയെന്ന് നോക്കുക. എന്നിട്ട് NHSന്റെ ലോഗിൻ വെച്ച് ഓൺലൈനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ GPയുടെ അടുത്തൊന്നും പോകുന്നില്ല, ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ആ GPക്ക് വേണമെങ്കിൽ നമുക്ക് ഇമെയിൽ അയക്കാം, അവരുടെ വെബ്സൈറ്റ് വെച്ച് ചെയ്യാം, NHS ലോഗിൻ വെച്ച് ചെയ്യാം. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഇവിടെ കാണുന്ന പോലെ തന്നെ ഹൗ ടു രജിസ്റ്റർ GP എന്നുള്ളത് ആ ലിങ്കിലാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. NHS ലോഗിൻ ലിങ്ക് ക്ലിക്ക് ചെയ്താലും ഇത് സെയിം ആണ്. എന്നിട്ട് ഒന്നും കൂടെ ചോദിക്കുകയാണ് അവർ, നമ്മുടെ പോസ്റ്റ് കോഡ് അടിച്ച് ഈ GP നമ്മുടെ വീടിൻ്റെ അടുത്താണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടെ നമ്മളിവിടെ പോസ്റ്റ് കോഡ് അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ അവർ കാണിക്കുന്നുണ്ട് ഈ GP നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. എന്നിട്ട് നമ്മൾ രജിസ്റ്റർ ഓൺലൈൻ യൂസിങ് NHS വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്, ഇവിടെ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒരു 15 മിനിറ്റ് എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് കിട്ടാൻ 2 ആഴ്ച എടുക്കുമെന്ന്. നമുക്ക് കൃത്യം 2 ആഴ്ചയായപ്പം ഇത് കിട്ടിയായിരുന്നു. സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് ഏറ്റവും താഴെ സ്റ്റാർട്ട് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വേണ്ടിയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയാണെന്നുള്ള രീതിയിൽ ഞാൻ രജിസ്റ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഇവരിവിടെ ചോദിക്കുന്നുണ്ട് NHS ലോഗിൻ വെച്ചിട്ട് ഇത് രജിസ്റ്റർ ചെയ്യാമോ എന്ന്. അപ്പം നമുക്ക് NHS ലോഗിൻ ഡീറ്റെയിൽസ് ഇല്ല, അതുകൊണ്ട് NHS ലോഗിൻ അക്കൗണ്ട് ഫസ്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ കണ്ടിന്യൂ യൂസിങ് NHS ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇമെയിൽ ID ആണ് ചോദിക്കുന്നത്. ഇമെയിൽ ID ചോദിച്ചിട്ട് നമ്മുടെ പാസ്വേഡും ചോദിക്കും. അപ്പോൾ ഈ പാസ്വേഡ് നിങ്ങൾ ഓർത്ത് വെക്കുക, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഈ പാസ്വേഡ് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇമെയിൽ ID വെരിഫിക്കേഷൻ ആണ്. ഒരു OTP നിങ്ങളുടെ ഇമെയിലിലോട്ട് പോകും, അത് വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ. അടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ആണ്. അപ്പം UK നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക, OTP വരും, ആ വാലിഡേഷനും നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ഫസ്റ്റ് നെയിം, പാസ്പോർട്ടിലുള്ള അതേ രീതിയിൽ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. എന്നിട്ട് അടുത്തൊരു ചോദ്യം, നിങ്ങൾക്ക് നിങ്ങളുടെ NHS നമ്പർ അറിയാവുന്നതാണ്. എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് നോ കൊടുത്തു. പിന്നെ നമ്മുടെ UK അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ മെയിലാണോ ഫീമെയിലാണോ അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബേസിക്കായ ഡീറ്റെയിൽസ് നമ്മളെ പറ്റിയുള്ള കൊടുക്കുന്നു, അതായത് നമ്മൾ ഇന്ത്യൻ ആണെന്ന് കൊടുക്കുന്നു. പിന്നെ നമുക്ക് ഫാർമസി ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കണ്ടു, അത് നമുക്കറിയാത്തത് കൊണ്ട് നോ കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുകയാണ്. പിന്നെ ഇവിടെ കുറേ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അതെല്ലാം ഞാൻ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ അടിച്ച് കണ്ടിന്യൂ കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഒരു എമർജൻസി കോണ്ടാക്റ്റ് കൊടുക്കുകയാണ്. അപ്പം ആ എമർജൻസി കോണ്ടാക്റ്റ് ഹസ്ബൻഡാണ് വൈഫിൻ്റെ കൊടുത്താൽ മതി, വൈഫാണ് ഹസ്ബൻഡിൻ്റെ ഇത് എമർജൻസി കോണ്ടാക്റ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത്, കൺട്രി ഓഫ് ബർത്ത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുക. നിങ്ങൾ UK എന്നാ വന്നതെന്നുള്ളത് ചോദിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ പാസ്പോർട്ടിൽ നോക്കിയിട്ട് എൻട്രി ഡേറ്റ് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ രീതിയിലുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡീറ്റെയിൽസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഹൈറ്റ് ചോദിക്കുന്നുണ്ട്, വെയിറ്റും ചോദിക്കുന്നുണ്ട്, ഇത് രണ്ടും കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്, അതും കൃത്യമായി കൊടുക്കുക. അതുപോലെ നിങ്ങൾ സ്മോക്ക് ചെയ്ത് നിന്ന ആളാണോ, അങ്ങനത്തെ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്, അതും കൃത്യമായി ഉള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. നിങ്ങളുടെ ഈ GP ഡീറ്റെയിൽസ് വേറെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് അത് യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നത്. ഇത് ഇവർ NHSൻ്റെ അനലറ്റിക്സിന് വേണ്ടി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ S കൊടുത്തു, നെക്സ്റ്റ് അടിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ അക്സെപ്റ്റ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു റെഫറൻസ് നമ്പർ കാണാം. കൃത്യം 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റിൽ നിങ്ങൾക്ക് GP രജിസ്ട്രേഷൻ ഡീറ്റെയിൽസിൻ്റെ ഒരു പോസ്റ്റ് വരുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.